പൊതുവെ ഈ സമ്മർ സീസണിലാണ് കൂടുതൽ വരുന്നത്. കാരണം ടെമ്പറേച്ചർ വേരിയേഷൻ പെട്ടെന്നാണ് ഉണ്ടാകാറുള്ളത്. പക്ഷേ നമ്മൾ പൊതുവെ ഈ സമ്മർ സീസണിന്റെ വേറൊരു ഗുണം എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതായത് മറ്റേ മേളകളും ഉള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഈച്ചയൊക്കെ വീണ സ്ഥലങ്ങളൊക്കെ കാണുമായിരിക്കും, ഫുഡൊക്കെ കാണുമായിരിക്കും. എന്തായാലും മറ്റേ ബൾക്കായിട്ടൊക്കെ എത്ര സേഫ്റ്റിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാതൊരു ഈച്ച വീഴുവോ അല്ലെങ്കിൽ വേറെ ഒരു ഇൻസെക്ട് വീഴുവോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഫുഡ് പോയിസൺ വരാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമത് നമ്മളാണെങ്കിൽ ഒത്തിരി ലേറ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു രീതി ഉണ്ടായി. അതായത് കടയിലായാലും പാചകം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് 8 മണിയൊക്കെ വരെയൊക്കെ പാചകക്കാരൻ നിൽക്കത്തുള്ളൂ. പക്ഷെ നമ്മളൊരു 9 മണി കഴിയുമ്പോഴത്തേക്ക് ഹോട്ടലിൽ പോകുമ്പോൾ 9:30 കഴിഞ്ഞിട്ടേ നമുക്ക് ഫുഡ് കിട്ടത്തുള്ളൂ. പിന്നെ നമ്മള് ലേറ്റ് ആയിട്ട് പിന്നെയും 10 മണി കഴിഞ്ഞേ കഴിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് മിക്കവാറും ആ ഫുഡൊക്കെ സ്റ്റെയിലായി പോയി. മറ്റേ അതിനകത്ത് ആവശ്യത്തിനുള്ള ബാക്ടീരിയ ഒക്കെ ഉണ്ടായിട്ട് നമുക്കാണെങ്കിൽ ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മളിപ്പം കൂടുതൽ ഈ ആന്റിബയോട്ടിക് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ഡയറിയ പോലെയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഗട്ടിലുള്ള നോർമൽ ഫ്ലോറ വേണമല്ലോ ഈ ഒരു നമ്മൾ ഇൻജസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്ടീരിയയെ നശിപ്പിക്കാനായിട്ട്. പക്ഷെ അത് ഇല്ലാതെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം വേറെയാണ്. അതുകൊണ്ട് ബെറ്റർ നമ്മളാണെങ്കിൽ ഫുഡ് സമയത്തിനുള്ളിൽ ഉണ്ടാക്കി സമയത്തിനുള്ളിൽ കഴിക്കുക, ചൂടോടെ കഴിക്കുക. അതും ക്ലീൻ ആയിട്ടുള്ള വാട്ടറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഉള്ള ഫുഡ് മാത്രമേ കഴിക്കാൻ നോക്കാവൂ. പിന്നീട് അതിനനുസരിച്ചുള്ള കുടിക്കുന്ന വെള്ളം ആയാലും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ഉപയോഗിക്കുക. അല്ലാതെ മറ്റേ കണ്ടാമിനേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേ തിളപ്പിച്ചാറിയാത്ത വെള്ളമോ അല്ലെങ്കിൽ മറ്റേ ട്രീറ്റഡ് അല്ലാത്ത വെള്ളം നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വീട്ടിലെ ആഹാരം കഴിച്ചാലും പുറത്തെ ആഹാരം കഴിച്ചാലും പുറത്ത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, പഴയ ആഹാരമൊക്കെ കഴിക്കുവാണെങ്കിലൊക്കെ ആണല്ലോ വരുന്നത്. മറ്റേ വീട്ടിലെ ആഹാരം അത് നമ്മൾ ഒത്തിരി വൈകി കഴിച്ചാലും അല്ലെങ്കിൽ റീഹീറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും ഇത് വരാനുള്ള ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വട്ടത്തിൽ കൂടുതൽ നമ്മളാണെങ്കിൽ ഫുഡാണെങ്കിൽ റീഹീറ്റ് ചെയ്യാൻ പാടില്ല. പഴയ എണ്ണ റീയൂസ് ചെയ്യാൻ പാടില്ല. ചില എണ്ണകൾ നമ്മൾക്ക് അറിയാമല്ലോ, മറ്റേ ഒരു പ്രാവശ്യം വറുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിനകത്ത് വറക്കുന്ന കാണാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉള്ള ഓയിൽ തന്നെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ട്രാൻസ് ഫാറ്റും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അത് മെയിൻ ആയിട്ടുള്ളത് മറ്റേ കറുത്ത സാധനങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ജനറലി അത് കൂടുതൽ പോയിസണസ് ആവാനുള്ള സാധ്യത. കാരണം മറ്റേ സ്പോർ പോലെയുള്ള രീതിയിൽ ഓയിലിനകത്തായാലും ഈ സ്പോർസ് ഒക്കെ സർവൈവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബെറ്റർ നമ്മളാണെങ്കിൽ അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ഫുഡ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ കൂടെ പോയ്സണിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാട്ട് ടൈപ്പ് ഓഫ് വാട്ടർ ഇസ് ബീങ് യൂസ്ഡ്, ഇങ്ങനത്തെ ടൈപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. പിന്നെ വേറെ കാര്യമുള്ളത് നമ്മളാണെങ്കിൽ ശരിക്കും കൈ കഴുകിയിട്ട് വേണം ഫുഡ് ഉപയോഗിക്കാൻ. ചിലപ്പോൾ നമ്മുടെ കൈ കണ്ടാമിനേറ്റഡ് ആയാലും ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത. കാരണം നമ്മൾ എവിടെയെങ്കിലും ഒരു രീതിയിൽ സ്ഥലത്ത് പോയി അഴുക്കുള്ള സ്ഥലത്ത് പോയി ഇരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് പോയി കൈ ഒന്ന് ക്ലീൻ ചെയ്യാതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ കുക്ക് ചെയ്യുന്നത് നമ്മുടെ സർവീസിലായാലും നമ്മൾ നോക്കാനുള്ള പ്രത്യേക ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുഡ് ഹാൻഡ്ലർ സർട്ടിഫിക്കറ്റ് ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രമേ നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അത് മാത്രമേ അക്രഡിറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം നമ്മൾ ഫുഡ് കഴിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയയിൽ നിന്ന് വേണം നമ്മളത് ഫുഡിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റിന്റെ എല്ലാ ഗൈഡ് ലൈനിലും അവർക്കാണെങ്കിൽ വേറെ അസുഖങ്ങളുണ്ടോ, മറ്റേ വൈറൽ പോസിറ്റീവ് ടൈഫോയിഡ് പോസിറ്റീവ് ആണോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടൊക്കെയാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഹെപ്പറ്റൈറ്റിസ് സിയോ അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞിട്ടാണ് നമ്മളത് കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റ്. വീട്ടിലുള്ളവർക്ക് ആർക്കും ആ സർട്ടിഫിക്കറ്റ് ഇല്ല. പക്ഷെ എന്നാലും നമ്മുടെ കിച്ചണൊക്കെ നല്ല വൃത്തിയായിട്ടൊക്കെ വെക്കുവാണെങ്കിൽ ഹോംലി ഫുഡ് ആയാലും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വരും. ഇതും നമ്മുടെ വീട്ടിലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഫുഡല്ലേ ഉപയോഗിക്കുന്നത്. അത്ര വേറെ ചോദ്യം ഉണ്ടോ ചോദിക്കാൻ? ഛർദില്, വയറ്റിളക്കം, വയറ്റിലെ ഇറിറ്റേഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സംശയിക്കാം പേഷ്യന്റ് വന്നേക്കുന്ന രോഗിയാണെങ്കിൽ ഒരു ഫുഡ് പോയ്സണിങ്ങിന്റെ ഇതാണ്. പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ടാവും, എന്തെങ്കിലും കഴിച്ചതിന് ശേഷമാണ് ഈ ഒരു ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുള്ളത്. അതും മറ്റേ പെട്ടെന്നല്ല, ചിലപ്പോൾ തലേദിവസം കഴിച്ച സാധനമായിരിക്കും മറ്റേ അടുത്ത ദിവസമായിട്ട് അവർക്ക് ഫുഡ് പോയ്സണിങ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. ക്ലിനിക്കലി ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്.
പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യാറില്ല. മറ്റേ ഡീഹൈഡ്രേഷൻ കറക്റ്റ് ചെയ്യാണ് മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ ചില കേസസിൽ ആന്റിബയോട്ടിക് നിർബന്ധമായിട്ട് വേണം. പിന്നെ ഇതിന്റെ ഒപ്പം നമ്മൾ സിങ്കും കൂടെ ടാബ്ലറ്റ് കൊടുക്കുന്ന സേഫാണ്. ORSന്റെ ലായനി കൊടുക്കുന്ന സേഫാണ്. എത്രമാത്രം പേഷ്യന്റ് ഛർദ്ദിക്കുന്നോ അത്രമാത്രം നമ്മളെ ഫ്ലൂയിഡ് നമ്മള് അവരെ എൻകറേജ് ചെയ്യുക കുടിക്കാനായിട്ട്. കാരണം ഇതെല്ലാം വാഷ് ഔട്ട് ആയി പോയി കഴിഞ്ഞാല് നമുക്കാണെങ്കിൽ ആ ഫുഡ് പോയ്സണിങ് ഇതാവത്തുള്ളൂ. അതിന് സമയം നമ്മുടെ ബോഡിക്ക് തന്നെ അതിന്റെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞ പോലെ ഇക്വിലിബ്രിയം ആയിട്ടുള്ളൊരു മെക്കാനിസം ഉണ്ട്. ആ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ആവുന്ന വരെ ആ ഫുഡ് പോയ്സണിങ്ങിന്റെ കറക്ഷൻ നമ്മൾ ചെയ്ത അവസാനത്തെ ബാക്ടീരിയ നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത് ചെയ്യുന്ന വരെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കൽ ഉള്ള പദ്ധതികൾക്ക് നമ്മൾ ശ്രമിച്ചേ പറ്റത്തുള്ളൂ. അതായത് വെള്ളം നല്ലോണം കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ആന്റി എമറ്റിക് ആയിട്ടുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുമ്പോഴത്തേക്ക് കോണ്ടാൻസെട്രോൺ പോലെയുള്ള ഇഞ്ചെക്ഷൻസ് കൊടുക്കുക, അവർക്ക് വോമിറ്റിംഗ് കുറയും. അപ്പൊ നമുക്കത് അവരെ ധൈര്യമായിട്ട് എൻകറേജ് ചെയ്യിക്കാൻ കൂടുതൽ ഫ്ലൂയിഡ്സ് ORS പോലെയുള്ളതും അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ കരിക്കും വെള്ളമോ അങ്ങനെയുള്ള വെള്ളങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് നല്ലതായിരിക്കും. അല്ലാതെ വേറെ ഇതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെ എല്ലാം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കഴിവതും മിനറൽ റിച്ച് ആയിട്ടുള്ള വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് കൊണ്ടും ഒന്നും മനസ്സിലാവത്തൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ അറിയാമല്ലോ. മറ്റേ ഇപ്പം ജനറലി ക്ലിനീഷ്യന്റെ ഇത് വെച്ചാണ് നമ്മൾ അന്നെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നത്. പിന്നെ ക്ലിനിക്കൽ ഇത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ടെസ്റ്റ് വേണം എന്ന് പറയുന്നത് ഒരു എന്താ പറയാ മറ്റേ കോസ്റ്റ്ലി എൻഡോവർ ആണ്. കാരണം മറ്റേ ചീത്ത ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്ന ആൾക്കാർ മിക്കവാറും അങ്ങനത്തെ സാഹചര്യപ്പെട്ടവരല്ലേ. ബെറ്റർ നമ്മളാണെങ്കിൽ മറ്റേ വയറ്റിലെ ടർജറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും പേഷ്യന്റ് ഇതാണോ ശരിക്കും ഡീഹൈഡ്രേറ്റഡ് ആണോ. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള പേഷ്യന്റിനെ കണ്ടിട്ടാണ് നമ്മൾ ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കാറുള്ള ചെയ്യുന്നത്. അല്ലാതെ ഡയഗ്നോസിസ് ആസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഫസ്റ്റിലെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് ഈസിയർ ടു മേക്ക് ദ ഡയഗ്നോസിസ് ഫ്രം ദി ഹിസ്റ്ററി. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഹൈജീനിക് അപ്രോച്ച് നമ്മുടെ മെഡിസിന്റെ ഒരു കഥ എങ്ങനെയാണ്. അതായത് മറ്റേ ഗ്രീക്ക് മിത്തോളജിയുടെ അനുസരിച്ച് ഹൈജീനും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഹൈജീനും വേണം. മെയിനായിട്ട് ഹൈജീനിനാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. പിന്നീടാണ് അതായത് മെഡിസിന്റെ ആവശ്യം വരുന്നത്. ഇപ്പൊ നല്ല ഹൈജീനിക് ആയിട്ടുള്ള സ്ഥലങ്ങൾ, സ്പോയിൽഡ് അല്ലാത്ത ഫുഡുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് ശരിക്കും വാഷ് ചെയ്ത് ശരിക്കും പ്രിപ്പയർ ചെയ്ത് ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ ഒപ്റ്റിമൽ ടൈമിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന രീതികൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ ഫുഡ് പോയ്സണിങ് ഒരു കാരണവശാലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഫുഡ് ഉണ്ടെങ്കിൽ കറക്റ്റ് രീതിയിൽ സ്റ്റോറേജ് വേണം. അത് നീറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളാണെങ്കിൽ പ്രത്യേക രീതിയിൽ നമ്മളാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അതായത് പ്രിസർവ് ചെയ്യേണ്ടി വരും. ചിലരാണെങ്കിൽ അത് ഉണക്കി വെക്കും ഓപ്പൺ എയറിൽ. അതൊന്നും പാടില്ല. അതിൻ്റെതായിട്ടുള്ള ഗൈഡ് ലൈൻസ് അനുസരിച്ച് FIAയുടെ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ ഗവൺമെന്റിന്റെ ഫുഡ് സേഫ്റ്റി പാനലിന്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമുക്കാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതാണ് നല്ലത്. അങ്ങനെയുള്ള ടൈപ്പ് ഫുഡ് മറ്റേ റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മീറ്റ് ഒരു പ്രശ്നമാണ്. ഫിഷ് പോയ്സണിങ് അത് വളരെ പ്രശ്നമാണ്. ശരിക്കും പറയാം കടലിൽ നിന്ന് 2 മണിക്കൂർ ഡിസ്റ്റൻസിൽ മേളിലുള്ളവരാരും ഫിഷ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. അൺലെസ് ഇറ്റ് ഇസ് മറ്റേ ശരിക്കുള്ള പ്രിസർവ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഐസിൽ ഇട്ടിട്ട് വരുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ 2 കിലോമീറ്ററിന് അപ്പുറം ഉള്ളത് എന്തായാലും കേടായിട്ടുള്ള ഫിഷ് ആയിരിക്കും. ഫിഷും പോയ്സണിങ് വരുത്താനുള്ള സാധ്യത ഉള്ളൊരു നമ്മൾ ആ ഫിഷ് ആണെങ്കിൽ അങ്ങനത്തെ കേടായിട്ടുള്ള ഫിഷ് ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് പ്രയറായിട്ടുള്ള രീതി. വെജിറ്റബിൾസ് ആയാലും കേടായിട്ടുള്ള വെജിറ്റബിൾസ് കഴിവതും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ പാലിന്റെ കാര്യം വരുമ്പോൾ കേടായ പാൽ ഉപയോഗിക്കാതിരിക്കുക. ഇത്രയും രീതിയിൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നോൺ വെജുകാരുടെ ഉള്ളൊരു കൂടുതലും നോൺ വെജുകാർക്കാണ് അങ്ങനത്തുള്ള ഒരു ഫുഡ് പോയ്സണിങ്. ഹാൻഡ് വാഷിംഗ് ഒക്കെ ഭയങ്കര നിർബന്ധമാണ്. പാചകം ചെയ്യുന്നതിന് മുമ്പ് മുതൽ ഇത് കഴിഞ്ഞിട്ട് സെർവ് ചെയ്യുന്നവര്
പിന്നീട് ഫുഡ് വിളമ്പുന്നവരായാലും ആ രീതിയിൽ ഹൈജീനിക് ആയിട്ട് വെക്കണം. എപ്പോഴും കൈ കഴുകുക എന്നുള്ളതല്ല, ആ രീതിയിൽ സേഫായിട്ട് രീതിയിൽ നമ്മളത് ചെയ്യുവാണെങ്കിൽ അത്രയോളം പ്രശ്നങ്ങൾ ഒഴിവായി കിട്ടും. പ്ലേറ്റുകളെല്ലാം ക്ലീൻ ആയിരിക്കണം, ഹൈജീനിക് സർഫേസിലായിരിക്കും നമ്മളത് സർവ് ചെയ്യേണ്ടി എന്നുള്ള രീതിയിൽ. ഡിപ്പെൻസ്. എന്റെ പേഴ്സണൽ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാല് ഞാനൊരു 5 ദിവസത്തോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി പോയിട്ടുണ്ട്, 2 വട്ടമായിട്ട്. അതിനുശേഷം എനിക്ക് മനസ്സിലായി എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഹൈജീനിക് ആയിട്ടുള്ള ആഹാരം കഴിക്കേണ്ടത്. കാരണം ഒരു വട്ടം ഇതുപോലെ രാത്രിയില് ബ്രെഡ്, സ്റ്റെയിലായിട്ടുള്ള ബ്രെഡ് അറിയാതെ കഴിച്ചു പോയതിന്റെ പേര് 5 ദിവസം വരെ ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അത്രയും നാളും ആന്റിബയോട്ടിക്കും തന്നു, നാളും മറ്റേ ഐവി ഫ്ലൂയിഡ് എടുക്കേണ്ടി വന്നു. പിന്നെ ഉള്ളത് മറ്റേ മീന് കഴിച്ചതിന്റെ, മറ്റേ ആറ്റുമീന് കഴിച്ചതിന്റെ പേരിൽ അങ്ങനെ ഒരു സംഭവം 5 ദിവസം. ചിലർക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഇത് വയറ്റിളക്കവും ഇത് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി അവർ അതിൽ നിന്ന് റിക്കവർ ചെയ്യും. ഫുഡ് പോയ്സണിങ് ഉള്ളതായിട്ട് വേറെ രണ്ടാമത്തെ ഒരാളെ അറിയിപ്പ് പോലും ഇല്ല. അവരന്നേരം ആ രീതിയിൽ തന്നെ ORS കഴിച്ച്, അല്ലെങ്കിൽ മറ്റേ അതിനനുസരിച്ചുള്ള ഡീഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള സൊല്യൂഷൻ കഴിച്ച്, ഫ്രൂട്ട്സും കഴിച്ച്, ഒരു ചായയും നാരങ്ങയൊക്കെ കഴിച്ചാൽ തന്നെ അവർക്കാണെങ്കിൽ ആ റിക്കവറി ഒന്നുകൂടെ സ്പീഡായിരിക്കും. അതാണ് മറ്റേ ഇന്ത്യൻ ഗവൺമെന്റ് ആദ്യം കണ്ടുപിടിച്ച മറ്റേ ബംഗ്ലാദേശിന്റെ ഇൻവേഷന്റെ സമയത്ത് ഒരുപാട് പോയ്സണിങ് കേസസ് ഉണ്ടായിരുന്നു, ഡീഹൈഡ്രേഷൻ, ഡയറിയ കേസസ് ഉണ്ടായിരുന്നു, ടൈഫോയിഡിന്റെ കേസസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് ആകെ ഒരു ORS ഒരു മെഡിസിൻ കൊണ്ട് മാത്രമാണ് അത്രയും ആൾക്കാരെ റിക്കവർ ചെയ്തെടുക്കാനും പറ്റിയത്. ORS കലക്കി മിലിറ്ററിക്കാരുണ്ടാക്കുമായിരുന്നു, ORS എടുത്ത് കുടിച്ചിട്ട് റെഡി ആവുമായിരുന്നു. പിന്നെ വയറ്റിളക്കമായിട്ട് വന്ന് പിന്നെ ഇത് തന്നെയും കൊടുത്ത് ശരിയാവുമായിരുന്നു. ഇതാണ് റിക്കവറി പീരിയഡ്. ഡിപ്പെൻസ് ഓൺ ദ പേഷ്യന്റ്, എത്രമാത്രം അവരത് ഡോസ് എത്ര ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ ആണ് അവരുടെ ഇതെടുക്കുന്നത്. എത്ര പെട്ടെന്നാണ് അവരുടെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് കറക്റ്റ് ആവുന്നതോ അത് വെച്ച്, അല്ലെങ്കിൽ എത്ര സ്പീഡിലാണ് ഈ ബാക്ടീരിയ വയറ്റിൽ നിന്നും, ടോക്സിൻസും വയറ്റിൽ നിന്നും ബ്ലഡിൽ നിന്ന് ഇറങ്ങുന്നത് വെച്ച് തീരുമാനിക്കുന്നു.